तिरुवल्ला केरलम में विकास के नए युग की शुरुआत का केंद्र बनकर उभरा है। तिरुवल्लयिले जनंगलुडे विश्वासमान यंगलुडे ഏറ്റവും വലിയ ശക്തി. സംസ്ഥാനത്തെ വിധിയെഴുത്തിന് ഇനി 5 നാൾ. ആവേശമുയർത്തി ദേശീയ നേതാക്കൾ കേരളത്തിൽ. ഇടത് സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്നും LDFന് വിട നൽകാൻ കേരളം തയ്യാറായെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പുകളിൽ 33% സംവരണം നടപ്പിലാക്കുമെന്നും വാഗ്ദാനം. തിരുവല്ലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച് മോദി. തിരുവനന്തപുരത്ത് കിള്ളിപ്പാലം മുതൽ കരമന വരെ റോഡ് ഷോ നടത്തി മടങ്ങി പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ. LDFന് കേരളത്തിൽ RSSന്റെയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും പിന്തുണയുണ്ടെന്ന് രാഹുൽ ഗാന്ധി. FCRA ബില്ലിൽ ആശങ്ക വേണ്ടെന്ന് കിരൺ റിജിജു. സോണിയയുടെ അരികിൽ പോറ്റി എങ്ങനെ എത്തിയെന്ന ചോദ്യവുമായി MA ബേബി. SDPI ബന്ധത്തിൽ കാപ്പട്യമേ നിന്റെ പേരോ പിണറായി എന്ന പരിഹാസവുമായി VD സതീശൻ. തൃശൂർ ഒളരിയിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വോട്ടിന് കിറ്റ് നൽകിയതായി പരാതി. വയനാട് ഫണ്ട് വിവാദത്തിൽ കണക്കുകൾ വിശദീകരിച്ച് കോൺഗ്രസ്. പുനരധിവാസത്തിനായി 5,38,00,000 രൂപ പിരിച്ചതായി സണ്ണി ജോസഫ്. CPMന്റേത് അടിസ്ഥാനരഹിത ആരോപണമെന്നും സംവാദത്തിന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും KPCC അധ്യക്ഷൻ. കോൺഗ്രസ് പുറത്തുവിട്ടത് കള്ളക്കണക്കെന്ന് CPM. ദുരന്തബാധിതയായ ശ്രുതിയെ വീട് വാഗ്ദാനം ചെയ്ത് T സിദ്ദിഖ് പറ്റിച്ചുവെന്ന് CPM വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ്. ആരോപണം പച്ചക്കള്ളമെന്ന് T സിദ്ദിഖ്. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ തെറ്റുപറ്റിയെങ്കിൽ തിരുത്തുമെന്ന് TP രാമകൃഷ്ണൻ. വെൽഫെയർ പാർട്ടിയുടെ കൺവെൻഷനിൽ തന്റെ പേര് വന്നതിനെക്കുറിച്ച് അറിയില്ലെന്ന് ഫാത്തിമ തെഹ്ലിയ. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിന് പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരെ പരാതി നൽകി മഹിളാ മോർച്ച. തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ ഗിമ്മിക്കുകളെന്ന് രമേശ് പിഷാരടി. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് തിങ്കളാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ. നടന്നത് ഗുരുതര കുറ്റമെന്ന് പ്രോസിക്യൂട്ടർ. ആരോഗ്യസ്ഥിതി പരിഗണിക്കണമെന്ന് പ്രതിഭാഗം. ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കും. പീഡനക്കേസിൽ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി.